ഹലോ, അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി എണ്ണ, അതിൻ്റെ അകത്തോട്ടൊരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 കഷ്ണം ബ്രൊക്കോളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഈ ബ്രൊക്കോളിയും നമ്മുടെ സവാള ഒന്ന് വേകാനാണ്. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ബ്രൊക്കോളി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൂടെ തന്നെ അതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള ഞാൻ ബേബി സ്പിനാച്ച് യൂസ് ചെയ്യാൻ പോവാണേ. നമ്മുടെ ബ്രൊക്കോളി ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ സ്പിനാച്ചും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണേ. ഈ സ്പിനാച്ചും നമ്മുടെ ബ്രൊക്കോളിയും സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പിനാച്ച് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഒത്തിരി നേരം അടച്ച് വെക്കുന്നതിൽ ഒരു 30 സെക്കൻഡ് കേട്ടോ, അത്രയും മാത്രം അടച്ച് വെച്ചാൽ മതി. ഈ ചൂടൊന്ന് കയറിയാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള വെള്ളം എല്ലാം ഒന്ന് മാറ്റി ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഗരം മസാല യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മസാല സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മുട്ടയിലോട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അതിനുള്ള മസാലയായിട്ട് ചെറിയൊരു മസാല, കാരണം എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഉണ്ടാക്കിയ മസാല ചൂടോടെ തന്നെ ഞാൻ മുട്ടയിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. അപ്പോഴത്തേക്കും ഈ നന്നായിട്ട് പതഞ്ഞിരിക്കുന്ന ഈ മുട്ടേനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേ പാനിൽ തന്നെ ഇച്ചിരി എണ്ണ ഒന്ന് തുടച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ മസാല ഒന്ന് ഒഴിച്ചിട്ട് മുട്ടയുടെ ഈ ഓംലെറ്റ് ഒഴിച്ച് നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളെ പരിപാടി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഫുള്ളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനിത് ഫ്രീക്വൻ്റായിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ്. അതുപോലെ തന്നെ ബ്രൊക്കോളി, സ്പിനാച്ച് എല്ലാം നല്ല ഹെൽത്തി ഓപ്ഷനാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും, ഒത്തിരി പാടില്ല. കാരണം ഈ സ്പിനാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ടേസ്റ്റ് ഇച്ചിരി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി നമ്മുടെ കുരുമുളകും പിന്നെ ഓർഗാനോ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്കില്ലെങ്കിൽ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനൊന്ന് അടച്ചൊന്ന് വേവിച്ചിട്ട് പിന്നെ തിരിച്ചിട്ടിട്ടും ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ പുതിയ റെസിപ്പികളുണ്ടെങ്കിൽ നമുക്ക് അതും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയല്ലേ. ബൈ.